കുറച്ച് പേര് ബ്ലോഗേഴ്സ് ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടും. ചേച്ചി ഫേസിനെക്കാളും കാലാണോ സൂക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ? അല്ല, ഞാൻ ഫേസ് സൂക്ഷിക്കാതുകൊണ്ട്. രേണുസുധിയുടെ പുതിയ കുറച്ച് അപരാധ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. പച്ചയ്ക്ക് വന്ന് ഈ സ്ത്രീ തെറി പറയുവാണ്, യാതൊരു ബോധവും ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് പിള്ളേർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. ഇവരുടെ ഈ തെറിവിളി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഒരു മനുഷ്യന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ആ പിള്ളേരുടെ ഇടയിലോട്ടൊക്കെയാണ് ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണോടെ പബ്ലിക് ന്യൂസൻസിന്. പച്ചയ്ക്ക് തെറി വിളിക്കാനായിട്ട് ഇവർക്ക് എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും കാണിക്കുന്നതാണോ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സബ്സ്ക്രിപ്ഷൻ്റെ പരിപാടി തുടങ്ങി സകലമാന പേരുടെയും ചാനലുകൾ പൂട്ടണമെന്ന്. അങ്ങനെ തന്നെ ചെയ്യണം. ഈ സ്ത്രീക്ക് എന്തും വിളിച്ച് പറയാം, എന്തും പറയാം. ഇവരെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരിപ്പം കമൻറ്റ് ചെയ്ത ആൾക്കാരെയാണ് ഇവർ വന്ന് തെറി വിളിക്കുന്നത്. ഞാനിവിടെ ആ വീഡിയോ കാണിക്കാം. അങ്ങനെ പറഞ്ഞ എനിക്ക് രാവിലെ ഞാൻ പറയല്ലോ എന്നുള്ള ഒറ്റ കുറുനേരി എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേതാണെന്ന് മനസ്സിലായാൽ എന്താണെന്ന്. ഇവിടെ നമ്മളെല്ലാവരും തെറികൾ വിളിക്കാറുണ്ട്, നമ്മളെയൊക്കെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വിളിക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്കപ്പെട്ട ആൾക്കാർ മേ ബി അങ്ങനെയുള്ള തെറി വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് എവിടെ വിളിക്കണം, അത് എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അതല്ലേ? ഈ സ്ത്രീ എന്താ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്? ഇത്രയും എന്തു പറയട്ടെ, ജനങ്ങൾ കാണുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് രേണുവിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളത് കാണും. അത് ഇവരെ കൊണ്ട് ഇഷ്ടം കൊണ്ടല്ല, ഇവരുടെ നെഗറ്റിവിറ്റി കാരണമാണ് ആൾക്കാർ കാണുന്നത്. ഇവരുടെ സംസാരം കണ്ടില്ല, തീർന്നിട്ടില്ല. ഇനി ഇവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു തരുന്നുണ്ട്. അമ്മായി കിട്ടിയില്ലേ? കിട്ടിയില്ലല്ലേ? കിട്ടിയവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും എനിക്ക് വരിക, എന്ത് നെഗറ്റീവ് പറഞ്ഞാലും. ഒരു പുതിയൊരുത്തം വന്നിട്ടുണ്ട്. ഇനി അവൻ്റെ അവസ്ഥ എന്താണോ എന്തോ. അവൻ ഇവിടെ അങ്ങ് നിൽക്കാൻ പോകുന്നില്ല, വൻ എയറിലായിരിക്കും പോകുന്നത്. കേട്ടല്ല, വളരെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഈ തെറി വിളിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ല. രേണു ഇങ്ങനെ തന്നെ പോകണം കേട്ടോ. രേണുവിനെ ഇവിടെ വരെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു നിലയെ കൊണ്ടുവന്ന് നിർത്തിയ ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. പുച്ഛം മാത്രമാണ് നിങ്ങളുടെയൊക്കെ ഈ സ്ത്രീ കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും കൈയൂട്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർ ഭാഗത്ത് ന്യായമുള്ള സമയത്ത് ന്യായമുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കേസുകളിൽ. ഇതിനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. അതിൽ കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ. നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്ക്? കുറച്ച് നാളുകൾക്ക് മുന്നേ കമൻറ്റും വീഡിയോ ഒക്കെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ, മറ്റേതാ മറിച്ചെന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് അവരെ വന്നിരുന്ന് നിങ്ങൾ തെറി വിളിക്കുക. ഇത് കാണുമ്പോഴത്തേക്ക് 10 ഇരട്ടി തിരിച്ച് നാട്ടുകാർ വിളിക്കും. ഒന്നും പറയാനല്ലേ. ഇനി വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു കോൺട്രവേഴ്സി ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടോ? മെഹനാസിൻ്റെ ഫോട്ടോയാണ്. മെഹനാസിൻ്റെയും സഫയുടെയും ലല്ലുവിൻ്റെയും ഫസ്മിനയുടെയും ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്മിന എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു തനി നിറം അനന്തുവിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇന്നലെ അവൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ പണ്ടേ വിധി എഴുതിയതാണ്. അവരുടെ ഒരു വാചകം പടതയും കണ്ടപ്പോഴേ നമുക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ചെന്ന് അവസാനിക്കത്തോളൂ എന്ന്. എന്തായാലും ഇവിടെ രേണുസുധി മെഹനാസിൻ്റെ ഫോട്ടോ സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. ഇവരെന്തിനിങ്ങനെ കാണിക്കുന്നത്? ഇവർക്ക് ഇതുമായിട്ടുള്ള, അതായത് ഇവരും ഈ ഒരു ലൂപ്പും തമ്മിൽ എന്ത് ബന്ധം? മനഃപൂർവ്വം അടുത്തൊരു കോൺട്രവേഴ്സി ഈ സ്ത്രീ സൃഷ്ടിക്കുവാണ്. ഇനിയിപ്പം വന്ന് പറയുമായിരിക്കും, അയ്യോ മെഹനാസ് എൻ്റെ അടുത്ത കൂട്ടുകാരനെ, അതിനിപ്പോൾ എന്താ പ്രശ്നം, ഞാൻ ഷെയർ ചെയ്തതല്ലേ. അതായത് അടുത്തൊരു കോൺട്രവേഴ്സി ഈ സ്ത്രീ തന്നെ ഉണ്ടാക്കുവാണ്. ഇവളമാരെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയേണ്ടത്? എൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു. ഒരു വായിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു, ഇവർ കാണിക്കുന്ന ചെറ്റ പരിപാടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ഞാൻ എന്തും ചെയ്യും അതാന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഇത്രയും നാണം കെട്ട പരിപാടി കാണിക്കുമെങ്കിൽ പിന്നെ എന്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നതിനകത്ത് പ്രശ്നം? ഇവർ ചെയ്യുന്നത് അങ്ങ് ഭയങ്കര മഹത്തായ പണി എങ്ങനെ ആണോ? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു പരിപാടിക്കൊന്നും അല്ല. അതിപ്പോഴെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ കമ്മ്യൂണിറ്റി ഗൈഡിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. രേണുവിൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ച് റീച്ച് ഉണ്ടാക്കാനാണെന്നാണ്.
അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് കാണിക്കാമെങ്കിൽ ഞങ്ങൾക്കും അതെടുത്ത് വെച്ച് പബ്ലിക്കിനെ കാണിക്കാൻ പറ്റും. അല്ല അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷന് കുറവൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, കൂടുതലേ വന്നിട്ടുള്ളൂ. കാര്യം ഈ വരുന്ന ആൾക്കാരെല്ലാം ജീവിതകാലം മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഈ അപരാധം എന്താണെന്ന് കാണാനായിട്ടാണ് ജനങ്ങൾ വരുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അത് ഓപ്പൺ ആക്കുന്ന പല ആൾക്കാരും. പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് വ്ളോഗേഴ്സ്. ഇവന്മാരെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഈ ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നു. ഇവന്മാരെ എന്താണ് പറയുന്നത്? എൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നത്. ഇവരാരെങ്കിലും ആ സബ്സ്ക്രിപ്ഷന് പണി തരുമെന്ന് തോന്നുന്നു. എന്ത് പണി തരാനാ? എന്താ പണി തന്നാൽ തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഉള്ളപ്പോൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. മുന്നും പിന്നും നോക്കാൻ എനിക്കില്ല. എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. ഇനി എന്തും വരട്ടെ, ഞാൻ റീച്ചിന് വേണ്ടി ഏതറ്റവും പോകും. പൈസ എനിക്ക് എത്രത്തോളം കിട്ടാവോ അത്രത്തോളം കിട്ടുന്ന എന്ത് പണിയും ഞാൻ കാണിക്കും സോഷ്യൽ മീഡിയയിൽ. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ലെന്ന് നിങ്ങൾ ഓൾറെഡി പ്രൂവണാണ്. മനസ്സിലായ? നിങ്ങൾ പിന്നെയും അത് വന്നിരുന്ന് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ്റെ, ഞാൻ ഇവിടെ സൈഡിലൊരു വീഡിയോ കാണിക്കാം. മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ്റെ ടീഷർട്ട് എടുത്ത് വെച്ചിട്ട് സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നെന്ന്. എടാ, നിങ്ങൾ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു റെസ്പെക്റ്റും സ്നേഹവും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. അതിനെപ്പറ്റിയൊന്നും പറയാനില്ലേ രേണു? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കാൻ പോകണ്ടല്ലോ, സ്വന്തമായിട്ട് നന്നാവ്. എന്തായാലും അടുത്തൊരു വീഡിയോയുടെ കാണാം. ഞാൻ വെച്ചോളാം. ഞാൻ തരാൻ അയ്യേ ഞാൻ വെച്ചോളാം. ഞാൻ വെച്ചോളാം, നീ വെക്കണ്ട എന്ന്. ഇവരുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെയൊക്കെയുള്ള പല പല വർത്തമാനങ്ങൾ, ഡബിൾ മീനിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ വടയുടെ കേസ് പറഞ്ഞ ഒരു സീനുണ്ടല്ലോ, അതും ഇതുപോലൊക്കെ തന്നെ ഒരു സീനായിരുന്നു. ഇതൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നത് ഈ ഒരുപാട് അമ്മമാരൊക്കെ ഇവർക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. ഇതൊക്കെ ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. വേറൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി ഫേസിനെക്കാളും കാലാണോ സൂക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ? അല്ല, ഞാൻ ഫേസ് സൂക്ഷിക്കാതുകൊണ്ട് പ്രേമക്കൊരു 2 എണ്ണം വന്ന് കിടക്കുവാണ്. ഒരു സ്ത്രീയുടെ ശരീരഭാഗം ആരൊക്കെ കാണണം ആരൊക്കെ കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ്, അല്ലേ? ഇവിടെ ഞാൻ ഒരിക്കലും മീഡിയക്കാരെ കുറ്റം പറയത്തില്ല. കാര്യം ആ മീഡിയക്കാർ വിളിച്ച് വരുത്തുന്നത് ഈ സ്ത്രീയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഷൂട്ടുകൾ എടുക്കുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണ് അതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരത് ചെയ്യത്തില്ല. ഇവരുടെ സബ്സ്ക്രിപ്ഷനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ കിടപ്പുണ്ട്. ഒന്നും എടുത്ത് ഞാൻ കാണിക്കുന്നില്ല. അതാ പറഞ്ഞേ, യാതൊരു ഉളുപ്പുമില്ല. വെറുതെ അങ്ങ് എന്ത് പറയണ്ടേ, വെറുതെ എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കൂട്ടുവാണ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട്. ആ ഒരു റീച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവർക്ക് കിട്ടി. ആരുമില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മുസ്ലിം ഏതോ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വേറെ ഏതോ ഒരുത്തൻ്റെ പേര് പറയുന്നു. പിന്നെ മിലിറ്ററി ഓഫീസറിൻ്റെ കാര്യം പറഞ്ഞ് ഈ സ്ത്രീക്ക് തന്നെ അറിയത്തില്ല ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ഒരു ബോധവുമില്ല എന്ന് ഇവർ തന്നെ തെളിയിച്ച്, ഇവരെന്താണ് എന്ന് തെളിയിച്ച്. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് രേണുവിൻ്റെ കാര്യങ്ങൾ. ഇനി എന്തെല്ലാം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതെന്ന് കണ്ട് തന്നെ അറിയാം. കാര്യം ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്താണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അനാവശ്യ സപ്പോർട്ടും പ്രോത്സാഹനവും കൊടുത്തിട്ട് ഇവരെ വേറെ രീതിയിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇവരുടെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കാണുമായിരിക്കും നമ്മൾ ഇവരെ വെച്ചുകൊണ്ടായിരിക്കും അരി മേടിക്കുന്നത് അതായതാന്ന്. എടീ, ഇവർ കാണിക്കുന്ന പ്രവർത്തിക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇവർ കാണിക്കുന്ന പ്രവർത്തികളാണ് ഞങ്ങളെല്ലാവരും വിളിച്ച് പറയുന്നത്. അതിന് നിങ്ങൾ അരി മേടിക്കുകയാണ് മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം ഈ സ്ത്രീയുടെ സ്വഭാവം ഇത്രയും വീഡിയോസ് നമ്മൾ ഇവരെ പറ്റി ചെയ്തിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരെ ഒരിക്കലും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതായത് ഇവർ ഭയങ്കര അടിപൊളിയാണ്, ഇവരെ വെച്ചേച്ച് വേറെ ആരുമില്ല എന്നൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ കിച്ചുവിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അവൻ കാണുമ്പം അവന് സങ്കടം വിഷമം ഉണ്ടാകത്തില്ലേ? അവനവൻ്റെ കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റൂ? എന്തിന്? സുധിയുടെ ബന്ധുക്കൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ സുധിയുടെ കൂട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ആ സുധി എന്ന് പറയുന്ന ഒരാളുടെ പേരും കൂടെ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മിസ്ലീഡിങ് തംബ്നെയിൽ ഇടുന്നു, ഞാൻ ഇതാക്കുന്നു. ഈ സ്ത്രീ കാണിക്കുന്ന പ്രവൃത്തി എന്താ? ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതാ, എന്തിനാണ് ഇങ്ങനെയുള്ള തംബ്നെയിൽ ഇടുന്നത്, അല്ലെങ്കിൽ ക്യാപ്ഷനകത്ത് എഴുതിയതുപോലെ അതില്ലല്ലോ. ഇവരത് ഡിസേർവിങ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവർക്ക് പ്രശ്നമില്ല. പുള്ളിക്കാരത്തെ സംബന്ധിച്ച് പുള്ളിക്കാരത്തേക്ക് ഇത് പ്രൊമോഷനാ.
പുള്ളിക്കാരത്തി ഭയങ്കര ജോളി വൈബിലായി ഈ സാധനം എടുക്കുന്നത്, ഭയങ്കര രീതിയൊന്നുമില്ല. പിന്നെ വായി തോന്നുന്നു എന്താ വളവളാന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. രേണുവിൻ്റെ ഭാഗത്തിനായുള്ള സമയത്ത് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു ഞാൻ രേണുവിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. രേണുവിനെ എവിടെ ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടല്ലായിരുന്നു ഞാൻ തുടങ്ങിയത്. ഗ്രാജുവലി ആണ് രേണു ഓരോന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ച സമയത്താണ് നമ്മളെല്ലാവരും വിമർശിക്കാൻ തുടങ്ങിയത്. ഞാനായിക്കോട്ടെ, അതിലായിക്കോട്ടെ, ബാക്കി ഉള്ള വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇതിക്കുള്ളിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇവരെ പറ്റിയിട്ട്. ഈ സ്ത്രീ എന്താണെന്ന് സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ മതി, വെറുതെ രേണുസുഖം ടൈപ്പ് ചെയ്താൽ മതി, അപ്പം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.